പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം കാണുന്ന രംഗം, ഈശോ കാൽവരിയിൽ കുരിശിൽ നിന്ന് ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്നരുൾ ചെയ്ത് തൻ്റെ അമ്മയെ മനുഷ്യമക്കൾക്ക് അമ്മയായി നൽകുന്നു. നാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണയിൽ ഈ ലോകത്ത് സുരക്ഷിതരായിരിക്കാനും അമ്മയുടെ കരം പിടിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനും വേണ്ടിയാണത്. രക്ഷകനായ യേശുവിൻ്റെ ആഗ്രഹം പോലെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നതിൻ്റെ വ്യക്തമായ ബാഹ്യ അടയാളമാണ് ജപമാല പ്രാർത്ഥിക്കുന്നത്. ദൈവാരാധനയും യേശുചരിത പ്രാർത്ഥനയുമായ ജപമാല നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ സാത്താനും അവൻ്റെ കൂട്ടാളികൾക്കും സകല ദുരാത്മാക്കൾക്കും തിന്മകൾക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മയോടും സ്വർഗവാസികളോടും മാലാഖമാരോടുമൊപ്പം നാം അണിചേരുകയാണ്. ദൈവമക്കളെ, ഓരോ പ്രാവശ്യം കൊന്ത ജപിക്കുമ്പോഴും പരിശുദ്ധ ദൈവമാതാവ് പറയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാ വിരുന്നിൽ പറഞ്ഞ വചനം, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. കർത്താവിൻ്റെ കരം നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.